ലൊട്ട ലൊട്ട ഞാൻ സഫാരിയുടെ പ്രശ്നം അവിടെ മേ ബി പോവാണേ. അപ്പൊ സുഹൃത്തുക്കളെ പറയും. ഹലോ, ഐ ആം ജുബി ഫ്രം കണ്ണൂർ. ഇന്നലെ എനിക്ക് മനസ്സിലായി ജുബി. ഇന്നലെ കമന്റ് റീപ്ലൈ എന്നില്ല പറഞ്ഞല്ലേ? ഓർമ്മയുണ്ട് മുത്തേ. നമ്മളെ അറിയോ മുത്തേ? മുജീബ് വിജെ. ഹായ് ബ്രോ. എവിടെ നാട്ടിലാണ്? കണ്ണൂരോ? കണ്ണൂരെടെ? സ്ട്രീമിങ്ങിലാണോ? ആ സ്ട്രീമിങ്ങിലാ. സ്റ്റോറി എന്നെ കാണാൻ നല്ല രസമുണ്ട്. ഇതില് ക്യാമറയിൽ നല്ല രസമുണ്ട്. ആ അന്നെ കണ്ണൂർ എവിടെയെന്ന് പറഞ്ഞേ? കണ്ണൂർ എവിടെയെന്ന് പറഞ്ഞേ? മട്ടന്നൂര്. ഓക്കെ. എന്നിട്ട് ഉഷാറല്ലേ? ഇത് നാട്ടിലാ. നോക്കേ ഇവനോട് എന്തിനാണ്? ശരി, കർണാടകക്കാരനറിയാം. എന്നെ മൂടാക്കൂ. ഞാൻ സലാമിന്റെ നമ്പർ തരാം. ഓ മൂടാക്കൂ. മോഡാവാൻ താല്പര്യമില്ല. മൂടാവാനല്ലോ. ഇനി മൂടാവാൻ താല്പര്യമില്ലൊക്കെ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞാലേ അത് നാളെ കട്ട് ചെയ്തിട്ട് അത് മാത്രമേ കാര്യം വരിക. സൂപ്പർ വാവാ. മൂടാക്കാൻ താല്പര്യമില്ലോല് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുന്നത്. ഇതൊന്ന് ആലോചിച്ച് നോക്കാം. മോഡ് ലൈവ് സ്ട്രീമിലെ മോഡാവാൻ താല്പര്യമില്ലോല് കാസർഗോഡല്ല, ഒരു മിനിറ്റ്. മറ്റേ സൂപ്പർ എന്താണ് സ്ട്രീം വിത്ത് സൂപ്പർ വാവാന്നുള്ളൊരു പേജിക്ക് മെസ്സേജ് അയച്ചേ. അതെന്താണെന്നറിയോ? ഞാൻ കൊണ വിത്ത് സൂപ്പർ വാവാന്ന് പറഞ്ഞിട്ട് ഞാനൊരു പേജ് ഉണ്ടാക്കാൻ നിന്നു. പക്ഷെ അത് എനിക്ക് എന്തോ ഒരു കൊണാന്ന് പറഞ്ഞ എന്തോ സീനായിട്ട് മാറ്റി. ഇതെന്താണ്? ഹലോ, മുത്തേ വെറുതെ വാങ്ങി വെച്ചാണ്. വെള്ളമുണ്ട്, ഇവിടെ ഉണ്ട്, വലിയ ലിറ്റർ ഉണ്ട്. ഇജ്ജ് മറ്റേ ഡയറ്റീഷ്യൻ അല്ലേ? മറ്റേ ജിമ്മിലൊക്കെ പോയിട്ട്? ഒന്നുമില്ല, അങ്ങനെ ഒന്നുമില്ല. നാടൻ ബോഡിയാ? സ്ട്രീമിംഗ് ആണേ. ഇജ്ജെന്താ അവിടെ എന്താ വെറുതെ ഇരിക്ക? അതിന്റെ മുഖത്തൊരു ഡിപ്രഷൻ ഉണ്ടല്ലോ മോനെ. ഈ മോന്ത കണ്ടിട്ട് തോന്നുന്നുണ്ടോ? ഡിപ്രഷൻ ഉള്ള പോലെ ഉണ്ടല്ലോ. ഉറങ്ങാനായിട്ടാണ്. നോക്കേ കടന്ന് നന്നായി പറഞ്ഞു. ബൈ. മുമ്പ് പറയും ഇജേതാ കൂടണേ? അല്ല ഇജേതാ മോനെ ഇന്നെ ഉറക്കാനും പറയും. മനസ്സിലതേ കാര്യം. ഇന്നോടെ കാര്യം പറഞ്ഞാൽ ഞാൻ അതാ പറയാം. പറയൂല, മനസ്സിലുണ്ടാവും. പറയാനുള്ള ധൈര്യമില്ല. അറിയാം മുത്തേ, അറിയും. ആരാണ്? വാർക്കപ്പണിക്ക് പോയിട്ടാ? നിഹാലേ? നിഹാലന്നല്ലേ? ഇപ്പൊ രാവേ അത്രയില്ലേ? ഹലോ, നിങ്ങൾ വയനാടാ? കൊല്ലത്താ? എന്താ പരിപാടി? ഷട്ടിൽ കളിക്കേ? ഇത് ടൊവിനോന്റെ പോലെ ഉണ്ടല്ലോ ഇയാളെ കാണാന്. ഇയാളെ കാണാൻ ടൊവിനോന്റെ പോലെ അല്ലേ? സത്യം, നോണറിയല്ല. പഠിച്ചോനാണ്, നോണറിയല്ല. എന്തിനാ ഒരാളെ മോട്ടറാക്കിട്ട്? ഇത് തടിയാ. പഴയ വീടാ, മന പോലത്തെ വീടാ. ഒരു 10-75 വർഷം പഴക്കണ്ടാവും. ഇന്റെ തറവാടല്ല, ഇതിന്റെ ഓണറിന്റെ തറവാടാ. ഞാൻ ഇവിടെ വാടക. ഇത് പാലക്കാട്. ഓക്കെ. പെണ്ണുങ്ങളുടെ ഇതില് FTF എന്താ?
അതൊക്കെന്താ FTF എന്താ? എന്തോ അതൊന്നും ഞങ്ങൾക്കറിയില്ല സുഹൃത്തുക്കളെ. എങ്ങനെ? എന്തിലാവും? ഹലോ ആരെലുണ്ടോ? കഫക്കെട്ടായി. തൊപ്പിയാണോ റോൾ മോഡൽ? സ്ട്രീമിങ്ങിൽ എന്റെ റോൾ മോഡൽ തൊപ്പി തന്നെയാണ്. സ്ട്രീമിങ്ങിൽ. പാലക്കാട് എവിടെയാണ്? പാലക്കാട് ചെർപ്പുളശ്ശേരി. മുതുകുരിശി എന്നൊക്കെ പറയും. മാരാമംഗലം. എടാ എന്തേലും പറയടാ. അയ്യോ ഇതെന്തെങ്ങനെ ഓരോ സൈറ്റിക്ക് ഇങ്ങനെ പോണേ? എന്തേലും പറയേ. ഹേയ് പാലക്കാട് എവിടെയാണ്? ഞാൻ പറഞ്ഞേ. സോറി ബ്രദർ ഇനി പറയില്ല പുറത്ത് താഴെ പ്ലീസ്. നോ പ്രോബ്ലം ബ്രോ. തെറിയല്ല ഒന്നും കുഴപ്പമില്ല. നമ്മൾ ചങ്ങായിമാരെ വിളിക്കണല്ലേ. ഞാൻ പിന്നെന്താ ഇന്നോട് വിളിച്ചിട്ടാണ് ഞാൻ ചിലപ്പോൾ എന്നോട് പറഞ്ഞിരുന്നു. റിക്വസ്റ്റ് ഓക്കെ ആക്കി കണ്ടോ അവന്. എന്നോട് പറഞ്ഞിട്ടാണെങ്കിൽ ഓക്കെ. പക്ഷെ എന്താ വെച്ചാൽ ഇതിൽ ആൾക്കാരില്ലല്ലേ. നമ്മൾ പിന്നെ അതിനും തെറി തന്നെ പറയുമ്പോൾ ഞാൻ ഒരു കച്ചറയാന്ന് വിചാരിക്കൂലേ. ഞാൻ തെറി പറയില്ല എന്നൊന്നും പറയില്ല. പക്ഷേ ഇതിന്റെ മുമ്പിൽ ഞാൻ അത്രയും ചുരുക്കിയിട്ടേ പറയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഫാമിലീസ് കാണാനാണ്, കുട്ടികൾ കാണാനാണ്. പക്ഷെ ഞാൻ മാക്സിമം നോക്കും. പിന്നെന്താ വെച്ചാൽ ഇതൊക്കെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ പഴയ ജനറേഷനെ കരുതൊക്കെ അധികം പറയാം തെറിയൊക്കെ. കാരണം പല വല്യപ്പാരും വാപ്പാരൊക്കെ പറയുന്ന തെറി കേൾക്കണം. നമ്മളൊന്നും അപ്ഡേറ്റ് ആയിട്ടുണ്ടാവില്ല. അമ്മാതിരി തെറികളേക്കാരം. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞിങ്ങനെ ശീലമാവും. അപ്പോൾ അതുകൊണ്ട് അറിയാതെ ചിലപ്പോൾ വായെന്ന് വരും. അതൊന്ന് ക്ഷമിച്ചോളാം. എന്താ വെച്ചാൽ ലൈവല്ലേ, നമുക്ക് കട്ട് ചെയ്യാൻ പറ്റൂലല്ലോ. അങ്ങനെ ശീലിച്ചു പോയി. അതിൻ്റെ ഒരു ബാഡ് ഹാബിറ്റ് ആയിക്കാരം. എൻ്റെ എന്നല്ല, എൻ്റെ ചങ്ങായിമാരൊക്കെ അങ്ങനെ കേട്ടോ. ഒരൊറ്റ നല്ല ആൾക്കാരില്ല. ഒക്കെ നാറികളാ. ഒമെങ്കളെ കയറി ടാഗ് ഇട്ട് കയറി ഗേൾസ് കിട്ടും. ജുബി വെറുതെ പറഞ്ഞതാണ്. ഓക്കെ മുത്തേ പ്രൊഫൈൽ നോക്ക്. പത്തിരിപ്പാല വരുമോ? പത്തിരിപ്പാല ഞാൻ അങ്ങനെ അവിടേക്കായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. വുഡ് യു കപ്പ് ടീം ഏതാ? വേൾഡ് കപ്പാണ് ഉദ്ദേശിച്ചത്. വേൾഡ് കപ്പ് ടീമില്ലടാ. ജ്യൂസ് കുടിച്ചിട്ട് ഒരുമാതിരി. മുത്തേ പ്രൊഫൈൽ നോക്ക്. ഇതിൽ നോക്കാൻ പറ്റില്ലടാ. ഇനി വേറെ എന്തേലും പറയും. ബോറിംഗ് ആവുണ്ട്. ആൾക്കാർ ഇറങ്ങി പോണ്ട്. എന്തേലും പറയും. ബ്രോ ഫോളോ ചെയ്യാം. ഫോളോ ചെയ്യേണ്ടതിന്റെ കേസ് ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ പറയാം. ആൾക്കാരുണ്ടാകുമ്പോൾ പറയാം. ഇപ്പൊ ആൾക്കാരില്ല പറഞ്ഞാൽ 54 ആൾക്കാരുള്ള കേൾക്കുക. കുറെ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. ജുബി ഫെയിംസ് അറ്റ് മലപ്പുറം. ജുബി ഫേമസാ? ഏതാ ജുബി കണ്ണൂർ ഫാൻ. കലീലേ നീ കൊറേ നേരായി ജുബീനെ വളക്കാനൊരു ശ്രമം. ഇത് വധശ്രമാവേ. ഇതെന്തങ്ങള് പറയണേ ബ്രോ? ഡെയിലി വ്ലോഗ് ഇടണം. എന്താണെന്നറിയോ, ഞാൻ ഈ വീട്ടിൽ കുറച്ച് അത്യാവശ്യം പണിയുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കുറച്ച് പിന്നാലെ ആയിരുന്നു 2-3 ദിവസമായിട്ട്. അപ്പോൾ തിരക്കാണ് ഇത് എഡിറ്റ്. പിന്നെ ഈ ലൈവ് തുടങ്ങാന്ന് പറഞ്ഞാൽ ഒരു ലൈസൻസ് ഒരു ഇതും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് എനിക്ക്. അതായത് ലൈവ് എങ്ങനെ ഈ കമ്പ്യൂട്ടർ പോലും സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലപോലെ യൂസ് ചെയ്യാൻ വയ്ക്കില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ എങ്ങനെ ഇപ്പോൾ ഇത് ഒന്ന് റെഡിയായി വരണ്ടേ? റെഡി ആവണമെങ്കിൽ നല്ല പാടാ. ഈ ലൈവ് വിചാരിച്ച മാതിരിയൊന്നുമല്ല. ഫസ്റ്റ് റിക്വസ്റ്റ് ഓൺ യു. ബാംഗ്ലൂർ പഠിത്തം ഡെയിലി കാണോ സ്ട്രീമിംഗ്? ഡെയിലി കാണും പറഞ്ഞാൽ 22-ാം തീയതി ഉണ്ടാവും. 22-ാം തീയതി വരെ, 22-ാം തീയതി മുതൽ 30-ാം തീയതി വരെ ഉണ്ടാവില്ല. ദോസ്ത് ആപ്പിൽ കയറിയാലോ? ബോറടിക്കോ? ഈ ഫ്രണ്ട് ആപ്പിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് വിളിച്ചാലോ അല്ലെങ്കിൽ മറ്റെന്താണ് അതിന്റെ പേര്, ദോസ്ത് ആപ്പിൽ കയറി കഴിഞ്ഞാലൊക്കെ നിങ്ങൾക്ക് ബോറടിക്കും. നിങ്ങൾ പറയും, ചാറ്റ് പറയും. അവൻ പോയി. കുറെ ആറ്റ് നോറ്റ് കുറെ കഴിഞ്ഞൊരു ചങ്ങായി വന്നു. അവൻ പോയി. ലൊട്ടയിൽ ആരുമില്ലടാ. എടാ പോയി. എന്നെ കാണുമ്പത്തിന് പോലും മണ്ടാലോ. ഞാൻ എന്താ അത്രക്ക് വികൃതാണോ? മുത്തേ ഓണാക്ക് വീഡിയോ ഓണാക്ക്. എടാ മുത്തേ, എന്താ ചക്കര ജി കുട്ടായേ? ഇൻസ്റ്റാഗ്രാമില് മറ്റേ അന്റെ പേര് എന്റെ പേര് എടാ മുത്തേ, അങ്ങനെ ഞാൻ കണ്ടത് ഗോൾ കീപ്പറല്ലേനോ? ഗോൾ കീപ്പർ ആയിരുന്നു. കണ്ടോ, ഇന്ന കുറെ ആൾക്കാർക്ക് ഗോൾ കീപ്പർ ആയിട്ട് അറിയാം. നിങ്ങൾക്കൊന്നും വിചാരിക്കാത്ത, നിങ്ങളൊന്നും ചിന്തിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു സൂപ്പർ വാവക്ക്. മനസ്സിലായോ? ഞാൻ പണ്ടും ഫേമസ് ആണ്. മനസ്സിലായോ? ഫേമസ് എന്നല്ല, അത്യാവശ്യം ഒരു വേറെ തന്നെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇന്നെ എങ്ങനെ അറിയണേ? സൂപ്പർ വാവായിട്ട് അറിയണ കുറെ ആൾ അറിയണ
ആൾക്കാരല്ലാതെ കുറെ പ്രത്യേകിച്ച് ആൾക്കാർക്ക് ഗ്ലാമർ നോക്കാൻ വേണ്ടിയല്ലേ അതിന് മാറിയിരുന്നേ. ഫുട്ബോൾ അനക്കൊരു ബ്രേക്കപ്പ് കിട്ടില്ലേ? എന്താണ് അനക്കൊരു ബ്രേക്കപ്പ് കിട്ടില്ലേ? ബ്രേക്കപ്പോ? ഇല്ല. ഞാൻ ഫുട്ബോൾ കളിക്കുന്ന ടൈമിലൊന്നും എനിക്ക് ബ്രേക്കപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. ഫുട്ബോൾ കളിക്കുമ്പോഴല്ല, അനക്ക് ബ്രേക്കപ്പ് കിട്ടിയില്ലേ? എനിക്കെന്റെ ജീവിതത്തിൽ ഒരു ബ്രേക്കപ്പ് ഉള്ളു കിട്ടിയിട്ട്. അനക്ക് ബാംഗ്ലൂർ ഒരു കുട്ടിയില്ലേനോ? ആ ഏ അതെന്താടാ വേറെന്തേലും പറഞ്ഞ? അയ്യോ അല്ല, ഞാൻ ജസ്റ്റ് വെറുതെ അങ്ങനെ ബാഡാക്കിയല്ല. ബാഡാക്കി ഇല്ലല്ല, എനിക്ക് ബ്രേക്കപ്പ് ഒന്നും കിട്ടിയിട്ടില്ലടാ. എനിക്ക് വേറൊരു ബ്രേക്കപ്പ് കിട്ടിയിരുന്നു. പിന്നെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നു. ലാസ്റ്റ് നമ്മളെ മണ്ടനാക്കിയിട്ട് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ല, ശരിക്കും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അല്ല പറയണ്ട്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് പറയണ്ടത്. നമ്മളെ മണ്ടനാക്കി എന്നിട്ട് പേരിനൊരു മ്യൂച്വലും പറയുമ്പോഴേ കണ്ടില്ലേ? ഞാൻ ഭയങ്കര മനുഷ്യനാണ്. എന്നെ ഇഷ്ടേനോ? എന്റെ വർത്താനം ഭയങ്കര ലൈറ്റ്. എനിക്ക് മേഖലയിലെ അങ്ങനൊക്കെ പലതും അങ്ങനെ ഒരു അബദ്ധം പറ്റി. എന്നാ ശരി ബ്രാ, പോയി ശരി, ബൈ. ഓന് കടന്ന കൈകൾക്ക് വെച്ചു. മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലട മണ്ട. അതായത് ഓല് പറയും, ഓലെന്നെ നമ്മളെ തേച്ചിട്ട് ഓൽക്കന്നെ ബ്രേക്കപ്പ് ആണെന്ന് പറഞ്ഞിട്ട് ഓല് പറയും നമ്മൾ രണ്ടാൾ, എന്നിട്ട് നമുക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല, പിന്നെ ഓള് പോയാൽ എനിക്ക് എന്തോ കളിക്കാന്നില്ല ലെവലിലേക്കാരം നമ്മളും. അപ്പൊ എന്നിട്ട് ഓല് ഒരു പേരിടും അതിന്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ശരിക്കും അവിടെ നമ്മൾ മണ്ടനാവാണ്. അപ്പൊ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് അതിന് പേര് പറയേണ്ടത്. എന്ത് FTF കെയർന്ന് ലൊട്ടന്റെ പോലെയാണ്. ലൈവ് എന്താണ് നാളെ ആക്കാന്നോ? നാളെ കയറടാ, അത് കുറച്ച് പണിയുണ്ട് ഇത്ര. അങ്ങനെയൊക്കെ പറയണ എനിക്കറിയില്ല. എന്താണ് ഒരു പെണ്ണിന്റെ സൗണ്ട്? പെണ്ണല്ലേ? ഇത് കടലല്ലേ? എന്താണിത്? നോക്കട്ടെ. ചെമ്പല്ലി ആണെങ്കിൽ ഇതൊന്നും കാണാനില്ല. വെളിച്ചല്ല. നോക്കിയ ബ്രോ, എന്റെ DM നോക്കാൻ പറ. റിസാൽ റഷീദ് ഏതിലാ മെസ്സേജ് അയച്ചിക്കണേ? എടാ എന്തേലും പറയടാ. നിങ്ങൾ ഈ 66 ആൾക്കാരും ഉണ്ടായിരുന്നിട്ട് ഈ 3-4 ആൾക്കാർ മാത്രമുള്ള ഒരു കമന്റ് ഇടുന്നത്, നിങ്ങൾക്ക് എന്ത് കണ്ടിരിക്കുക സുഹൃത്തുക്കളെ? ഒന്ന് ഈ പാവം സുഹൃത്തിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തൂടെ? നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണെങ്കിൽ ഇന്നൊന്ന് തെറി വിളിച്ചോ, കുഴപ്പമില്ല. ഈ ഓരോ മണ്ട ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കല്ലേ. എന്താ സ്ട്രീം വിത്ത് സൂപ്പർ വാവേൽ